കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ 179ാമത് ചലഞ്ച് ആറാട്ടുപുഴ പെരുമ്പള്ളി ജങ്കാർ ജംഗ്ഷനിൽ നടന്നു. നിർധനനും രോഗിയുമായ ആളെ സഹായിക്കാൻ വേണ്ടിയാണ് ചീര വിൽപ്പന ചലഞ്ച് സംഘടിപ്പിച്ചത്. ഹരിപ്പാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ 179ാമത് ചലഞ്ച് ആറാട്ടുപുഴ പെരുമ്പള്ളി ജങ്കാർ ജംഗ്ഷനിൽ നടന്നു. ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിലെ രജിത് ഭവനത്തിൽ നിർധനനും രോഗിയുമായ ശോഭനൻ എന്നയാളെ സഹായിക്കാൻ വേണ്ടിയാണ് ചലഞ്ച് സംഘടിപ്പിച്ചതെന്ന് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു. ഹരിപ്പാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഒരു 8 മാസമായിട്ട് ഈ ആറാട്ടുപുഴ വല്ലിയഴിക്കൽ ബീച്ചിനോട് അടുത്തൊക്കെയുള്ള ഒരു മനുഷ്യൻ പാസി നടത്തുന്നതിൻ്റെ പേര് സിഡിനകത്ത് വാർത്ത വന്നതാണ്. ആ മനുഷ്യൻ 8 മാസമായിട്ട് ഹരിപ്പാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അപ്പോൾ അവർക്ക് അദ്ദേഹത്തിനൊക്കെ ഭക്ഷണം കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ പരിചയപ്പെട്ടതാണ്. അദ്ദേഹം ഒരു ചെറ്റപ്പരെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ പുതിയ തെങ്ങിൻ്റെ തടി കൊണ്ടൊക്കെ പട്ടികയിലുണ്ടൊക്കെ അടിച്ചൊരു ഒറ്റ മുറിക്കകത്താണ് ഈ രോഗിയായ ഭാര്യയും ഈ മനുഷ്യൻ കഴിയുന്നത്. കാലയിലൊരു ഓയിൽമെൻറ്റ് പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, ദൈവം നമുക്ക് നല്ല ആരോഗ്യം നൽകുമ്പോൾ ദൈവത്തോട് നമുക്ക് ഒരുപാട് നന്ദികൾ. എങ്ങനെ നന്ദി പറയണം? ദൈവത്തിന് നാം നന്ദി പറയണം. അല്ലാതെ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ ലക്ഷങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിന് സംതൃപ്തി കിട്ടുമെങ്കിൽ പോലും ദൈവം അവിടെ പ്രസാദിക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തുറന്നു പറയേണ്ട സാഹചര്യത്തിലാണ് ഞാനിപ്പം എൻ്റെ പ്രവർത്തനങ്ങൾ കരുതൽ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു മരുന്ന് മേടിക്ക്, ഒരു ഭക്ഷണത്തെ നിവൃത്തിയില്ലാത്ത കുടുംബത്തെ കണ്ട് ഒരു 10,000 രൂപ കൊടുത്ത് തൽക്കാലമായി വേണമെങ്കിൽ ഒഴിഞ്ഞു മാറാം. പക്ഷേ ആ സ്ഥാനത്ത് പെട്ടെന്നെടുത്ത തീരുമാനം ഈ പ്രദേശത്തെ മെമ്പർമാരും കരുതൽ കൂട്ടായ്മയുടെ പ്രവർത്തകരും ഒക്കെ ചേർന്ന് പെട്ടെന്ന് 2000 രൂപയ്ക്ക് ചീര മേടിച്ച്, കർഷകർ ഉണ്ടാക്കി തന്ന ചീര മേടിച്ച് ഈ റോഡിൽ നിൽക്കുമ്പോൾ ഉറപ്പാണ് ആ സ്ഥാനത്ത് 2000 രൂപ കൊടുക്കാൻ ഒരുങ്ങിയ സ്ഥാനത്ത് 20,000 രൂപ ഈ കൂട്ടായ്മയ്ക്ക് കൊടുക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നമ്മുടെ കേരളത്തിൽ വൻ വിജയമാണ്. ഇപ്പോൾ 34 കോടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങിയപ്പോൾ ഉടൻ കിട്ടി. നമ്മുടെ സമൂഹത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, കരുതൽ കൂട്ടായ്മയ്ക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മുടെ സമൂഹത്തിൽ ഇടപെടൽ കണ്ടാൽ ഒരു 500 രൂപ കൊടുത്തു, 1000 രൂപ കൊടുത്തു അവിടെ അവസാനിപ്പിക്കുകയല്ല. നേരം അവിടെ നമ്മുടെ ഇടപെടലുണ്ടായാൽ ചീര വിറ്റും കപ്പലണ്ടി വിറ്റും കഴിഞ്ഞ തണ്ണിമത്തൻ ജ്യൂസ് വിറ്റ് രോഗിയെ സഹായിക്കാൻ നല്ല സംഘം നിൽക്കുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അത്തരത്തിലുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകൾ നമ്മുടെ സമൂഹത്തിലുണ്ടായാൽ ഒരു മരുന്നിനോ ഒരു ഭക്ഷണത്തിനോ ആരും നമ്മുടെ കേരളത്തിൽ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. മറിച്ച് നമ്മുടെ ആൾക്കാർ നല്ലപോലെ തരുന്നതാണ്. പക്ഷെ അത് ജനുവിനാണ്. കൊടുക്കുന്ന 10 രൂപ കൊടുത്താൽ 10 രൂപ അർഹനായ കയ്യിൽ കിട്ടുന്നുവെന്ന് ബോധ്യം വന്നാൽ ഒരു ബുദ്ധിമുട്ടുമില്ല, നമ്മൾ ചോദിച്ചാൽ പൈസ തരും. അത്തരത്തിൽ ഇന്ന് ബാധിച്ചേറ്റം സഹായിക്കുവാൻ ഞങ്ങൾ ഇവിടെ വല്ലിയഴിക്കൽ ബീച്ചിന് ഇപ്പുറത്ത് ജങ്കാർ ജംഗ്ഷൻ എന്നൊക്കെ പറയും, പെരുമ്പള്ളി ജങ്കാർ ജംഗ്ഷനിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി ചീര വിറ്റ് വളരെ സന്തോഷത്തിലാണ്. എന്തൊരു സന്തോഷമാണ് ലഭിക്കുന്നതെന്നറിയാമോ? തീർച്ചയായും നിങ്ങളെല്ലാവരുടെയും സഹായം ഇനിയും ഉണ്ടാവും. ചീര വിൽപ്പന ചലഞ്ചിൽ 9ാം വാർഡ് മെമ്പർ വിജയാംബിക, 10ാം വാർഡ് മെമ്പർ അമ്പിളി, ലത, ശ്രീകൃഷ്ണൻ, കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ അംഗങ്ങളായ സുഭാഷ്, ജോമോൻ, റിയാസ, അഷ്റഫ്, ഹരി, അനീഷ്, ശ്രീലക്ഷ്മി, ശുഭ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, ആറാട്ടുപുഴ.